إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പണ്ഡിതന്മാരെ നേതാക്കന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വൈകുന്നേര സമയം ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ കലാമ പഠിക്കാൻ നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേട്ട് പഠിച്ച് മനസ്സിലാക്കാൻ, അത് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വിശദീകരിച്ചുകൊണ്ടാണ്. ആ പ്രാർത്ഥനയ്ക്കൊരു പേരുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നാണ് ആ പ്രാർത്ഥനയുടെ പേര്. ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. 6-7 ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചതിനു ശേഷം ആ 7 ആയത്തുകളിൽ നിന്നുള്ള ചോദ്യപേപ്പർ കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് തന്നിരുന്നു. ഒരുപാട് ആളുകൾ ആൻസർ ചെയ്ത് അതോടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് പരിശോധിച്ച് നമുക്ക് ആരാണ് കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയണം. ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അല്ലാഹുവിന്റെ കലാം പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചല്ലോ,
നമ്മുടെ പണ്ഡിതന്മാർ നടത്തുന്ന അമാൻ മൗലവിയുടെ തഫ്സീർ വായിച്ച് പരീക്ഷ എഴുതുന്ന ഒന്നാം സ്ഥാനം കിട്ടുന്ന ആളുകൾക്ക് 10 ലക്ഷം രൂപ വരെ വെറും ഒന്നാം സമ്മാനത്തിന് വേണ്ടി നൽകുന്ന പരീക്ഷകളുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവിന്റെ കലാമ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിലൂടെ ഹിദായത്ത് കിട്ടുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു പരീക്ഷ നമുക്കുണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മൾ പഠിച്ച ഹദീസുകൾ, നമ്മൾ പഠിച്ച പ്രാർത്ഥനകൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഹദീസുകളും ഒക്കെ നമ്മൾ മനസ്സിരുത്തി കേൾക്കണം. നമ്മുടെ പാഠപുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അതിന് പുറമെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഞാൻ എടുക്കുന്ന നോട്ടുകൾ നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യുന്നുണ്ട്. തഫ്സീർ അടക്കം, അറബി ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള തഫ്സീറുകൾ അടക്കം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമാണ്. നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, സയ്യിദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേതാവ്. നമുക്കൊക്കെ അറിയാം, ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പാപമോചനം, പാപമോചനത്തിന്റെ നേതാവ്. ആ സയ്യിദ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതിന് എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നമുക്കറിയാം. എന്താണ് പ്രാർത്ഥന? ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഹദീസ് ഉണ്ട്. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളത് സദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ആണ്. സദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു ഓർമ്മയിൽ ഉണ്ടാകണം, നോട്ട് ചെയ്തു വെക്കണം. സദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ് ഇത് നിവേദനം ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബി കേട്ട്, സ്വഹാബിയിൽ നിന്ന് താബിഈ കേട്ട്, തബൂ താബിഈ കേട്ട്, അങ്ങനെയാണ് നമ്മൾ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഒരു താബിയാണ് നിവേദനം ചെയ്യുന്നത്, സ്വഹാബി ഇല്ല. സ്വഹാബി ആരാണെന്ന് അറിയില്ല എങ്കിൽ ആ ഹദീസ് എന്ത് ചെയ്യാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു താബി എന്തായാലും എന്ത് ചെയ്യില്ല, ഒരു സഹാബി ഇല്ലാതെ ഒരു താബിയൻ എന്ത് ചെയ്യില്ല, ഒരു വാർത്ത ലഭിക്കുകയില്ല. അപ്പൊ ഹദീസ് സ്വീകരിക്കേണ്ട മാനദണ്ഡം എന്തുകൊണ്ട് സ്വീകരിക്കാൻ പാടില്ല, അത് വലിയ ചർച്ചയുള്ള വിഷയമാണ്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അതിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ഞാനൊന്ന് ഒരു ആമുഖം എന്നോണം കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നത് മാത്രം. സനദും മത്നും കൂടിയതാണ് ഹദീസ്. സനദ് നമ്മൾ പരിശോധിക്കണം. വെറുതെ മത്തിന് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, പരിശോധിച്ചാൽ പോരാ. മത്തിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അതാണ് മത്തിന്. എന്താണോ നബി പറഞ്ഞത് അതാണ് ഉള്ളടക്കം, ആകത്തുക. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിനാണ് മത്തിന് എന്ന് പറയാ. അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരാ. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ എന്നും കൂടെ പരിശോധിക്കണം, സനദും കൂടെ പരിശോധിക്കണം, അല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇന്ന സഹാബി കേട്ടു. ആ സഹാബിയാണ് ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടെ നിന്ന് കേട്ട് സഹാബിയിൽ നിന്ന് താബി അങ്ങനെ കേട്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅത് അബൂഉ ലക ബിനിഅമതിക അലൈ
വഅബൂ ലക ബിദംബി ഫഗ്ഫിർ ലീ ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാം സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. എല്ലാം സമ്മതിക്കുകയാണ് നമ്മൾ. അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമ്മതിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ പറഞ്ഞു വന്നത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ നേതാവ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രാർത്ഥന, എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് സമ്മതിക്കുകയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. റബ്ബ് എന്നത് എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളാണ്. റബ്ബ് നമ്മൾ എന്നും പറയും, റബ്ബുൽ ആലമീൻ എന്നും നമ്മൾ പറയും, അല്ലെ? പക്ഷെ റബ്ബ് എന്താ? 4 കാര്യങ്ങൾ കൂടിയതാണ് റബ്ബ്. ഖാലിഖ്, മാലിക്, മുദബ്ബിർ, മുസർരിഫ്. സൃഷ്ടാവ്, ഉടമസ്ഥൻ, രൂപം നൽകുന്നവൻ, നിയന്ത്രിക്കുന്നവൻ. ഇത് ലോകത്ത് അല്ലാഹു മാത്രമാണ്. ഓരോ ജീവജാലങ്ങൾക്കും കൃത്യമായി പടച്ച് രൂപം നൽകി അവരുടെ എല്ലാം ഉടമസ്ഥൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അതാണ് റബ്ബ്. ഇതെല്ലാം കൂടിയതാണ് റബ്ബ്. അതാണ് റബ്ബുൽ ആലമീൻ. അല്ലാഹുമ്മ അൻത റബ്ബി, അല്ലാഹുവേ നീയാണ് എൻ്റെ റബ്ബ്. അടുത്ത സമ്മതം, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ആരാധനക്കർഹനായി വേറെ ഒരാളുമില്ല. ഖലഖതനി, ഖലഖതനി എന്ന് പറയരുത് കേട്ടോ. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഖലഖതനി എന്ന് പറയും. ഖാഫ് എന്താണ്? ഖൽഖലയുടെ അക്ഷരാണ്. സുക്കൂന് വന്നാൽ ഖലഖതനി എന്ന് പറയണം, വ്യക്തമാക്കി പറയണം. ഖാഫ്, ത്വാ, ബാ, ജിം, ദാൽ, ഈ അക്ഷരങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഖലഖതനി, നീ എന്നെ സൃഷ്ടിച്ചു. അത് നമ്മൾ സമ്മതിക്കാൻ. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. ഞാൻ നിന്റെ അടിമയാണ് അല്ലാഹുവേ. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, നിന്നോടുള്ള കരാറുകളും കടപ്പാടുകളും കൃത്യമായി ഞാൻ മുഴുവൻ സാധിക്കുന്നത്രയും പാലിക്കുന്നു. എല്ലാം നീയാണ് എന്റെ റബ്ബ്. നീയല്ലാതെ ആരാധനക്കർഹനായി വേറൊരാളുമില്ല. നീ എന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്റെ അടിമയാണ്. കഴിയുന്നത്രയും ജീവിതത്തിൽ നിന്നോടുള്ള കരാറുകളും കടപ്പാടുകളും എല്ലാം ഞാൻ പാലിക്കുന്നു. ഇതെല്ലാം സമ്മതിച്ചിട്ട്, ഇതെല്ലാം നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞിട്ട് നമ്മൾ എന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, അല്ലാഹുവേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അല്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ട്. ഒരുപാട് ശർറുകൾ, ഒരുപാട് തിന്മകൾ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹ്, ആ ശർറിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ഇനി എന്റെ ജീവിതത്തിലേക്ക് വരല്ലേ അല്ലാഹ്. നീ എനിക്ക് കാവൽ നൽകണേ അല്ലാഹ്. അബൂലക ബിനിഅമതിക അലൈഹി, നിനക്ക് നീ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട്. ഒരുപാട് തീരാത്ത എണ്ണിയാൽ തീരാത്ത അത്രയും അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ അല്ലാഹുവേ നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിന്നോട് സമ്മതിക്കുന്നു അല്ലാഹ്. നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു അല്ലാഹ്. വഅബൂലക ബിദംബി, ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടതിന് പകരം, ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കടപ്പാടുള്ളവനാകേണ്ടതിന് പകരം ഞാൻ പാപിയായി ജീവിക്കുന്നവനാണ് അല്ലാഹ്. ഏറ്റു പറയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ, ഫഅബൂലക ബിദംബി, ഞാൻ സമ്മതിക്കുന്നു അല്ലാഹ്, ഞാൻ നന്ദി കെട്ടവനാണ് അല്ലാഹ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അല്ലാഹ്. ഒരുപാട് പാപങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലാഹ്. അതുകൊണ്ട് നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ്, നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി വേറൊരാളുമില്ല അല്ലാഹ്. എല്ലാം ഏറ്റു പറഞ്ഞു, നീയാണ് റബ്ബ്, നീയാണ് ആരാധനക്കർഹൻ. നീ എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്. പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ വേറൊരാളുമില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയ്ക്ക് പ്രബോധനം ചെയ്ത കൂട്ടത്തിലെ പ്രധാനമായ ഒരു ഉപദേശം,
ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് അല്ലാഹുവിനോടാണ്. കാരണം ഇസ്തിഗ്ഫാർ സ്വീകരിക്കുന്നവൻ, പാപങ്ങൾ പൊറുക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റു സമ്മതിക്കുകയാണ്, ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. പാപങ്ങൾ പൊറുക്കുന്നവൻ നീ അല്ലാതെ വേറൊരാളുമില്ല. ഫഗ്ഫിർലി. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അനുസരണക്കേടുകൾ എല്ലാം നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഈ പ്രാർത്ഥന രാവിലെ നമ്മൾ ചൊല്ലണം. ഈ പ്രാർത്ഥന രാത്രിയിൽ നമ്മൾ ചൊല്ലണം. പകലിലും രാത്രിയിലും ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വമൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനം ബിഹാ. റസൂൽ പറഞ്ഞത് വമൻ ഖാലഹാ, ഇത് ആരെങ്കിലും പറഞ്ഞാൽ മിനൻ നഹാരി, പകലിൽ. വെറുതെ പറഞ്ഞാൽ പോരാ, വെറുതെ യാന്ത്രികമായി പറഞ്ഞാൽ പോരാ. എന്നും പറയുന്നു, അതുപോലെ പറയുന്നു, അങ്ങനെ പോരാ. മൂഖിനം ബിഹാ, ഇതിൽ പറഞ്ഞ ഓരോ വാക്കുകളിലും ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റുപറച്ചിലാണെന്ന് പറഞ്ഞല്ലോ. അത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഏറ്റു പറയണം. അതിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. അങ്ങനെ ഒരുത്തൻ പകലിൽ ഇത് പ്രാർത്ഥിച്ചാൽ അവൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ മരിക്കുകയാണ്. രാവിലെ അവൻ ചൊല്ലിയിട്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് രാത്രിയാകുമ്പോഴേക്കും അവൻ മരിച്ചാൽ അവൻ സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണ്. അവൻ ഖാലഹാ മിനൽ ലൈലി, രാത്രിയിൽ ആരെങ്കിലും ഇത് ചൊല്ലിയിട്ട് വഹുവ മൂഖിനും ബിഹാ, അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളിലും ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. അത് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളണം. അങ്ങനെ ദൃഢവിശ്വാസത്തോടുകൂടി ആരെങ്കിലും ഇത് രാത്രിയിൽ ചൊല്ലിയാൽ, ഇത് രാത്രിയിൽ ചൊല്ലിയിട്ട് ദൃഢവിശ്വാസത്തോടുകൂടി ഒരാൾ രാത്രിയിൽ ചൊല്ലിയിട്ട് അവൻ പ്രഭാതമാകുമ്പോഴേക്കും രാവിലെ ആകുമ്പോഴേക്കും അവൻ മരിക്കുകയാണ്. അവൻ തീർച്ചയായിട്ടും സ്വർഗ്ഗക്കാരുടെ കൂട്ടത്തിലാണ് എന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോൾ മരിച്ചാലും സ്വർഗ്ഗത്തിൽ. സുബ്ഹാനല്ലാഹ്. അതാണ് അതിന് പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേര് വരാനുള്ള കാരണം. എപ്പോൾ മരിച്ചാലും സ്വർഗ്ഗത്തിൽ. ഒരാൾ രാവിലെ ചൊല്ലി വൈകുന്നേരം ആകുമ്പോഴേക്കും അവൻ മരിച്ചു, അവൻ സ്വർഗ്ഗത്തിലാണ് എന്ന് ഹബീബ് പഠിപ്പിക്കുകയാണ്. രാത്രിയിൽ ചൊല്ലിയിട്ട് അവൻ പിന്നെ രാവിലെ ആകുമ്പോഴേക്കും അവൻ മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിലാണ്. എപ്പം മരിച്ചാലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നിങ്ങൾ എന്ത് ചെയ്യണം? സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഈ പ്രാർത്ഥന നിങ്ങൾ പഠിപ്പിക്കണം എന്നതാണ് നമുക്ക് കൃത്യമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളെല്ലാം പഠിക്കണം, മനഃപ്പാഠമാക്കണം. നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമുള്ള പ്രാർത്ഥനയാണ്. എപ്പം മരിച്ചാലും നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാനുള്ള വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രാർത്ഥന. അതുകൊണ്ട് മനസ്സറിഞ്ഞ് പഠിച്ച് അത് പ്രാർത്ഥിച്ച് നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം നമുക്ക് അനുഗ്രഹിക്കട്ടെ. ഇത് നമുക്ക് പഠിക്കാനുള്ളത് 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ്. അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സൂറത്ത് ഹജ്ജിലെ 7ഓളം ആയത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇത് നമുക്ക് 8ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിന് സമാനമായ ഒരു ആയത്ത് നമുക്ക് 2ാമത്തെ ആയത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതേ അധ്യായത്തിന്റെ മാത്രമല്ല, ഈ അധ്യായത്തിൽ മാത്രമല്ല, ഇതിന് സാദൃശ്യമുള്ള പല ആയത്തുകളും പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കാൻ കഴിയുന്നവർ ഹിഫ്ളാക്കണം. നമ്മൾ ചെറിയ അധ്യായങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ചുരുങ്ങിയത് സൂറത്തുൽ ഫാത്തിഹ പഠിക്കണം. അതുപോലെ തന്നെ സൽസല മുതൽ സൂറത്തുൻ നാസ് വരെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യായങ്ങളാണ് സൽസല മുതൽ നാസ് വരെയുള്ള അധ്യായങ്ങൾ. അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ ഹിഫ്ളാക്കണം. അത് നമ്മൾ നമസ്കാരത്തിലും മറ്റുള്ള സമയങ്ങളിലും പലപ്പോഴും അത് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹൃദയത്തിൽ ഖുർആൻ ഇല്ലാത്തവൻ അവൻ തീർച്ചയായിട്ടും ശൂന്യമായ
വീടിനെ പോലെയാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒന്നോ രണ്ടോ ആയത്തും മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ആ ആയത്തുകൾ നമ്മൾ പഠിച്ചു പോകണം. ഖുർആൻ പഠിക്കാനുള്ള ഒരു എളുപ്പം, ഇത്തരത്തിൽ സാദൃശ്യമുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. അപ്പോ ഒരു ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിന് തുല്യമായ ആയത്തുകൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ, അതൊക്കെ നമ്മൾ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. മൂന്നാമത്തെ ആയത്ത് എന്തായിരുന്നു? സൂറത്ത് ഹജ്ജിലെ മൂന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരു ഇൽമുമില്ലാതെ തർക്കിക്കുന്ന ചില ആളുകൾ. തീർച്ചയായിട്ടും അവർ പിന്തുടരുന്നത് ധിക്കാരികളായ പിശാചുക്കളുടെ പാതയാണ്. ഇത് മൂന്നാമത്തെ ആയത്തിൽ പഠിപ്പിച്ചിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എട്ടാമത്തെ ആയത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. അമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. അമിനന്നാസി മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മൻ യുജാദിലു ഫില്ലാഹ്, അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെയാണ് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ, ഒരു ഹുദയും അവരുടെ കയ്യിലില്ല, വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവും അഥവാ ഒരു പ്രമാണവും അവർക്കില്ലാതെ, ഒരു അറിവുമില്ലാതെ അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ഈ രണ്ട് ആയത്തുകളുടെയും ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ അതിലുള്ള ചില ചെറിയ തോതിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ശരിക്കും ഇന്നത്തെ ഒരു ദിവസം നമുക്ക് എട്ടാമത്തെയും ഒമ്പതാമത്തെയും പത്താമത്തെയും ആയത്ത് നമുക്ക് വിശദീകരിക്കാനുണ്ട്. പക്ഷെ അതിനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് എട്ടാമത്തെ ആയത്ത് മാത്രം ഞാൻ ഓതി വെച്ചത്. മൂന്നാമത്തെ ആയത്തിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞത്, മൂന്നാമത്തെ ആയത്തിന് തുല്യമായ സമാനമായ ഒരു ആയത്ത് നമ്മൾ കണ്ടു. ആ ആയത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? മൂന്നാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് ചില മുഖല്ലദീങ്ങളെ കുറിച്ചാണ്. അറിവില്ലാതെ, ഇൽമില്ലാതെ, അല്ലാഹുവിന്റെ കലാമ പഠിക്കാതെ, അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കാതെ അന്ധമായിട്ട് പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, കാരണവന്മാരെ അനുകരിക്കുന്ന തഖ്ലീദ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ തഖ്ലീദ് ചെയ്തിട്ട് തെറ്റായ അവസ്ഥയിലേക്ക്, പിഴവിലേക്ക് പോകുന്ന ചില ആളുകൾ, അവർ പിശാചിന്റെ മാർഗത്തെ അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ തഖ്ലീദ് ചെയ്യുന്നവർ, പണ്ഡിതന്മാരെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ മാത്രം ഫോളോ ചെയ്യാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നേതാവിനെ മാത്രം പിൻപറ്റാം. അങ്ങനെയുള്ള ആളുകൾ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്, ശൈത്താനിൻ മരീദ്, ധിക്കാരികളായ പിശാചുക്കളെയാണ് അവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് ശരിയായ മാർഗമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത്. അഥവാ തഖ്ലീദ് പാടില്ല. നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടത് ആരെ മാത്രമായിരിക്കണം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമായിരിക്കണം. കാരണം റസൂലുള്ളയെയാണ് ദീന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് നിയോഗിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ വാക്കുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅലുകൾ പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, വന്നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യൂഹാ. അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് മുത്തുനബി ഓരോ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നത്, നമുക്ക് മാതൃകയായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യണം. പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പഠിപ്പിച്ച കാര്യമാണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. നിങ്ങൾ തീർച്ചയായിട്ടും അല്ലാഹുവിനെ പിൻപറ്റണം, അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങൾ പിൻപറ്റണം. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്.
എന്നാൽ ഇതിനപ്പുറം ഇത് വിട്ടുകൊണ്ട് ചില ആളുകൾ തഖ്ലീദിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യുന്നവരുണ്ട്. കാരണവന്മാർ, എന്റെ വാപ്പയും വല്ലിപ്പയും ഉപ്പൂപ്പയും എവിടെയായിരുന്നു അവിടെ ഞാൻ നിൽക്കുകയുള്ളൂ. അവർ നരകത്തിലേക്കാണ് എങ്കിൽ ആ നരകത്തിലേക്ക് പോകാൻ ഞാൻ റെഡിയാണ്, വേറൊന്നും എനിക്ക് കേൾക്കണ്ട. അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമാണിമാരെ, നേതാക്കന്മാരെ അന്ധമായിട്ട് തഖ്ലീദ് ചെയ്യുന്നവർ, ഈ രൂപത്തിൽ 3 രൂപത്തിൽ തഖ്ലീദുകളുണ്ട്. ഈ തഖ്ലീദുകളെല്ലാം ശൈത്താനിന്റെ വഴിയാണ്. അതാണ് 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഒന്നും കൂടെ കേട്ടോ, അമിനന്നാസി മയുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. ഒരു അറിവുമില്ലാതെ പിശാചിന്റെ ധിക്കാരികളായ പിശാചുക്കളുടെ പാതയെ പിൻപറ്റുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവർ ഒരു അറിവും കൂടാതെ വെറുതെ ജനങ്ങളോട് അവർ തർക്കിച്ചു കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇനി 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്താ? വമിനന്നാസി മയുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വമിനന്നാസി മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മയുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ അല്ലാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് വ്യക്തമായ മാർഗദർശനമില്ല, വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ല. അഥവാ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദഗതികൾക്ക്, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് അല്ലാഹുവിന്റെ കലാമിൽ നിന്നൊരു ആയത്ത് അവർക്ക് ഓതാനില്ല. റസൂലുള്ളാഹിന്റെ വാക്കുകളിൽ നിന്നൊരു വാക്ക് പോലും അവർക്ക് പറയാനില്ല. അഥവാ അല്ലാഹുവിന്റെ ദീനാണ് എന്ന് പറഞ്ഞ് ളലാലത്തിന്റെ വഴികളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 3-ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത് എന്താ? പണ്ഡിതന്മാരെ മാത്രം അല്ലാഹുവിന്റെ ദീനിനെ മാറ്റിവെച്ചുകൊണ്ട് തഖ്ലീദ് ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പിന്നെ അവർ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ് എന്ന് പറഞ്ഞത് അവർ പിൻപറ്റുന്നു. എന്നാൽ ഈ ആയത്തിലൂടെ, 8-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത് എന്താ? അവർ ക്ഷണിക്കുകയാണ്. പ്രചാരകന്മാർ, ദലാലത്തിന്റെ, കുഫറിന്റെ, ബിദ്അത്തിന്റെ പ്രചാരകന്മാർ. അഥവാ ചില ആളുകളുണ്ട്, ഞങ്ങൾ ഉലമാക്കളാണ്, അഹ്ലുസുന്നയുടെ ആളുകളാണ്, എല്ലാം തികഞ്ഞവരാണ് എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, അവർ പിശാചിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ ദലാലത്തിലേക്ക് കൊണ്ടുവരികയാണ്, ബിദ്അത്തുകളിലേക്ക് കൊണ്ടുവരികയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങൾക്ക് ആയത്തോതാനില്ല, ഹദീസ് ഓതാനില്ല. അവരുടെ തൊള്ളപടായികൾ മാത്രമാണ്. അത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ് ഈ ആയത്തിലൂടെ. അഥവാ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ ദലാലത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന, ദലാലത്തിന്റെ മാർഗത്തിലേക്ക് ദഅവത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. അതാണ് വമിനന്നാസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിൻ റൂസിൽ കുഫ്രി വൽ ബിദ്അ, മിൻ റൂസിൽ കുഫ്രി വൽ ബിദ്അ. ആരാണ് ഈ ആളുകൾ? ഈ ദുആത്തുകൾ ആരാണ്? ഈ ക്ഷണിക്കുന്ന പ്രചാരകന്മാർ ആരാണ്? അവർ കുഫറിന്റെ ആളുകളാണ്, ബിദ്അത്തിന്റെ ആളുകളാണ്. കുഫറും ബിദ്അത്തുകളും ആളുകൾക്കിടയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മിൻ റൂസ് നേതാക്കന്മാരാണ് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ബിലാ അഖലിൻ സഹീഹിൻ വലാ നഖലിൻ സഹീഹിൻ സഹീഹിൻ. അവർക്ക് ഖുർആൻ ഓതാനില്ല, ഒരു ആയത്ത് പോലും അവർക്ക് പറയാനില്ല, ഹദീസ് അവർക്ക് ഓതാനില്ല, റസൂലുള്ളാഹിന്റെ വാക്കുകൾ, പ്രവർത്തികൾ അവർക്ക് പറയാനില്ല, ഒരു ബുദ്ധിയും അവർക്ക് ഒരു ഒന്നും തെളിവായിട്ട് അവർക്ക് കൊണ്ടുവരാനില്ല. ബൽ ബിമുജറദിർ റഅയി വൽ ഹവാ, ബൽ ബിമുജറദിർ റഅയി വൽ ഹവാ. സ്വന്തമായ അഭിപ്രായങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വന്തമായ ചിന്തകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്വന്തമായ ആഗ്രഹങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യക്തമായ പ്രമാണങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സ്വന്തം മിച്ചകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന, എന്താണ് ദലാലത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് വഴികേട്, അത് കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിച്ചു. അത് കുഫറിന്റെ വഴിയാണ്, ബിദ്അത്തിന്റെ വഴിയാണ്. അതാണ് ദലാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അറിയണം പ്രിയമുള്ള വിശ്വാസികളെ, എന്താണ് കുഫർ. പെട്ടുപോകാതിരിക്കാൻ, കുഫറിലേക്ക് നമ്മൾ പെട്ടുപോകാതിരിക്കാൻ
കാഫിറാകാതിരിക്കാൻ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കുഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹുവ ജുഹൂദു മാ ഔജബല്ലാഹുൽ ഈമാന ബിഹി ഹുവ ജുഹൂദു മാ ഔജബല്ലാഹുൽ ഈമാന ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായിട്ടും വാജിബായിട്ടും നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഏതാ വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ? അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിർ വൽ ഖദർ. ഇതാണല്ലോ നിർബന്ധമായിട്ട് നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം നിഷേധിക്കുക ഇത് കുഫറാണ്. ഒരാൾ പറയാണ് അല്ലാഹു ഇല്ല, ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടാവില്ല എന്നൊരാൾ പറയുന്നു. അതുപോലെ തന്നെ പരലോകമില്ല, മലക്കുകളൊന്നുമില്ല, പ്രവാചകന്മാരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല, വേദഗ്രന്ഥങ്ങളൊന്നുമില്ല, ഖദർ അങ്ങനെ പ്രത്യേക സംഭവങ്ങളൊന്നുമില്ല എന്ന് ആരെങ്കിലും നിഷേധിച്ചാൽ അതാണ് കുഫർ എന്ന് കൃത്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു. തീർന്നിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നിർബന്ധമായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതാണ് ഇസ്ലാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج البيت من استطاع إليه سبيلا. ഇതിലേതെങ്കിലും ഒന്ന് ഒരാൾ നിഷേധിച്ചാൽ, ഏതെങ്കിലും ഒന്ന് ഒരാൾ തള്ളിയാൽ, നിർബന്ധമായിട്ടും ചെയ്യാൻ പറഞ്ഞൊരു കാര്യം ആരെങ്കിലും തള്ളിയാൽ അതാണ് കുഫർ. ആ തള്ളിയവനെയും നിഷേധിച്ചവനെയുമാണ് കാഫിർ എന്ന് വിളിക്കുക. തീർന്നിട്ടില്ല. വീണ്ടും പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, തീർച്ചയായിട്ടും ചില വാക്കുകളും ചില പ്രവർത്തികളും സ്വീകരിക്കലാണ് ഇസ്ലാമിനെ നിരാകരിക്കുന്ന, ഇസ്ലാമിനെ നിരസിക്കുന്ന, ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന, പരിഹസിക്കുന്ന വാക്കുകളും പ്രവർത്തികളും സ്വീകരിക്കലാണ്. അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചാൽ അത് കുഫ്റാണ്. അത് ചെയ്തവൻ കാഫിറാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, കലാമല്ല എന്നൊരാൾ പറഞ്ഞാൽ, ഇത് സാധാരണ പുസ്തകം പോലെ ഒരു പുസ്തകമാണ് എന്ന് ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞാൽ, അത് ആ ഖുർആനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അതാണ് കുഫർ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ നിന്ദിക്കുന്നവർ, സമൂഹത്തിൽ തെരുവുകളിൽ പ്രവാചകനെ പരസ്യമായിട്ട് കളിയാക്കുന്നവരുണ്ട്, തെറി വിളിക്കുന്നവരുണ്ട്, ആക്ഷേപിക്കുന്നവരുണ്ട്. ഇതെല്ലാം കുഫറിന്റെ അടയാളങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ കുഫറിന്റെ കൂട്ടത്തിൽ നമ്മൾ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ദീനിനെ കളിയാക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യുന്നുണ്ട്. ഒന്നിനെയും നമ്മൾ തള്ളുന്നില്ല. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം, ചില കുഫറുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് നമ്മൾ അറിയാതെ. ഏതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മരണപ്പെട്ട ആളുകൾ അവർ കേൾക്കുകയില്ല. പരിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകളിലൂടെ വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, മരിച്ചവർ കേൾക്കുകയില്ല എന്ന വിഷയം. നമുക്ക് ഓരോ ആയത്തുകളും നമുക്ക് പരിശോധിക്കാം, എല്ലാം കൂടെ ഓതാനുള്ള സമയമില്ല. പരിശുദ്ധ ഖുർആൻ 27-ാം അധ്യായം 80-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് ഇന്നക ലാ തുസ്മിഉൽ മൗതാ. ആരോടാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല 30-ാം അധ്യായം 52-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചു, ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ, മരിച്ചവരെ കേൾപ്പിക്കാൻ നിനക്ക് സാധ്യമല്ല എന്ന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും പരിശുദ്ധ ഖുർആനിൽ കാണാം, വമാ യസ്തവിൽ അഹ്യാഉ വൽ അംവാത്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒരിക്കലും സമമാവുകയില്ല, അവർ തുല്യരാവുകയില്ല. ജീവിച്ചിരിക്കുന്നവർ കാണുന്നു, കേൾക്കുന്നു, അതുപോലെ കാണാനോ കേൾക്കാനോ മരിച്ചവർക്ക് സാധ്യമല്ല. ജീവിക്കുന്നവരും മരിച്ചവരും ഒരിക്കലും ഒരുപോലെയല്ല എന്ന് ഖുർആൻ പഠിപ്പിച്ചു. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 16-ാമത്തെ അധ്യായത്തിലൂടെ പഠിപ്പിച്ചത്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ,
അംബാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ചില ആളുകളുണ്ട് അല്ലാഹുവിന് പുറമെ ഇലാഹുകളെ സ്വീകരിച്ചവർ, അല്ലാഹുവിന് പുറമെയുള്ളവരെ ഇലാഹുകളായി സ്വീകരിച്ചിട്ട് അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെ കൂടാതെയുള്ളവരോട് ദുആ ചെയ്യുന്നവർ, വിളിക്കുന്നവർ പിന്നെ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, ആരെയെല്ലാം അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ടോ ഒന്നിനെയും അവർ സൃഷ്ടിക്കുന്നവരല്ല. ഒന്നിനെയും യാതൊന്നിനെയും സൃഷ്ടിക്കാനുള്ള കഴിവ് ഒരുത്തനും ഒരു ശക്തിക്കും കഴിവില്ല. അവരെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അംബാതുൻ ഗൈറു അഹ്യാ, അവരെല്ലാം മരിച്ചവരാണ്, അതല്ലെങ്കിൽ മരിക്കാനുള്ളവരാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരല്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ അത് രാജാധിപതിയായ റബ്ബ് മാത്രമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ആയത്ത് ഞാൻ ഓതേണ്ട ആവശ്യമില്ല. അതെല്ലാം അല്ലാഹുവിന് മാത്രമുള്ള സിഫത്തുകളാണ്. അതുകൊണ്ട് അല്ലാഹുവിന് പുറമെ ആരെയെല്ലാം നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ടോ അവരൊക്കെ മരിക്കാനുള്ളവരാണ്, അല്ലെങ്കിൽ മരിച്ചവരാണ്. എന്നാണ് പുനർജന്മം, പുനരുദ്ധാരണ നാളുണ്ടല്ലോ, അഥവാ എന്നാണ് യൗമൽ ഖിയാമ സംഭവിക്കുക എന്നതിനെ കുറിച്ച് ഒരു അറിവുമില്ലാത്തവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അഥവാ ഇതെല്ലാം സിഫത്തുള്ള റബ്ബിനെ മാത്രമായിരിക്കണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത്, അവനോട് മാത്രമായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ലോകത്ത് അല്ലാഹു മാത്രമേ ഉള്ളൂ. എന്നാണ് യൗമൽ ഖിയാമ സംഭവിക്കുക. സൂറുന്ന കാഹളത്തിൽ ഊതുന്ന മലക്കിന് പോലും അറിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ, ആ സൂറുന്ന കാഹളത്തിൽ ഊതുന്ന മലക്കുണ്ടല്ലോ, കാത്തിരിക്കുകയാണ്. തന്റെ സൂറുന്ന കാഹളം ചുണ്ടിനോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. തന്റെ നെറ്റികളെല്ലാം ചുളിച്ചു പിടിച്ചിരിക്കുകയാണ്. കാതുകൾ രക്തം കൂർപ്പിച്ച് പിടിച്ചിരിക്കുകയാണ്. തന്റെ രണ്ട് കണ്ണുകളും അർശിന്റെ നേരെ നാട്ടിവെച്ചിരിക്കുകയാണ്. അങ്ങനെ അർശിന്റെ നേരെ കണ്ണുകൾ നാട്ടിവെച്ചിട്ട് ജ്വലിക്കുന്ന നക്ഷത്രത്തെ പോലെ ആയിട്ടുണ്ട് എന്ന് 1400-500 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആര് ഈ സൂറന്ന കാഹളത്തിൽ ഊതുന്ന മലക്ക്, ആ മലക്കിന് പോലും അറിയില്ല എന്നാണ് ലോകാവസാനം സംഭവിക്കുന്നത് എന്ന്. ഇതെല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം നിങ്ങൾ ദുആ ചെയ്യേണ്ടത്. വീണ്ടും പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചല്ലോ, വമൻ അദല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ وإذا أحشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. സൂറത്ത് അഹ്സാബിലൂടെ ഇനി എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു പഠിപ്പിച്ചത്. എന്തേ നമ്മുടെ ജനതയ്ക്ക് തിരിയാതെ പോയത്, എന്തേ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാതെ പോയത്. ഇപ്പോഴും ആളുകളില്ലേ യാഹില ബദർ ശുഹദാ എന്ന് വിളിച്ചു തേടുന്നവർ, ബദരീകളെ കാക്കട എന്ന് പറയുന്നവരുണ്ടല്ലോ. അതുപോലെ തന്നെ തങ്ങളെ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരണേ എന്ന് പറയുന്നവരുണ്ടല്ലോ. ഓച്ചിറയിൽ ഉപ്പൂപ്പയോട് സന്താനങ്ങളെ ചോദിക്കുന്നവരുണ്ടല്ലോ. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാ. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പിന്നെ മക്കളില്ലാത്ത അവസ്ഥ വന്നാൽ വിവാഹം കഴിഞ്ഞു, സന്താന സൗഭാഗ്യം ലഭിക്കുന്നില്ല. ആളുകൾ പറഞ്ഞു, തിരുവനന്തപുരം ഓച്ചിറയിൽ ഒരു ഉപ്പൂപ്പയുണ്ട്, ആ ഉപ്പൂപ്പയുടെ അടുക്കൽ പോയിട്ട് കുട്ടിയെ ചോദിച്ചാൽ കുട്ടിയെ തരും. ആ വിശ്വാസം പേറിയിട്ട് പോകുന്നവർ അല്ലെ. അള്ളാഹുവിനോട് കുറെ കാലം ചോദിച്ചു, കുട്ടീനെ കിട്ടിയില്ല, അത് പരീക്ഷണമാണ്. ഓച്ചിറയിൽ ഉപ്പൂപ്പയോട് ചോദിച്ചപ്പോ ഇതാ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കുട്ടിയെ കിട്ടുന്നു. എന്താണ് സംഭവം? അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ശിർക്കിലേക്ക്, അവരെ കൂടുതൽ വഴികേടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തള്ളിവിടുകയാണ്. അവൻ ഒരിക്കലും തൗഹീദിലേക്ക് വരികയില്ല, അവൻ ഒരിക്കലും ഹിദായത്തിലേക്ക് വരികയില്ല. കാരണം അല്ലാഹുവിന്റെ തൗഹീദ് അവൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ പാതയിൽ നിന്ന് അവൻ പുറത്തുപോയി. ശിർക്കിന്റെ കുഫറിന്റെ വഴിയിലേക്ക് അവൻ സ്വീകരിച്ചപ്പോ
കൂടുതൽ ശിർക്കിലേക്ക് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിവിട്ടു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ, ലോകാവസാനം വരെ നിങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കാത്തവരോട് ദുആ ചെയ്യുന്നവർ ആളുകളുണ്ട്. ദുആ ചെയ്യുന്നവരും അന്ത്യനാൾ വരെ വിളിച്ചാലും വിളി കേൾക്കാത്തവരോട് ദുആ ചെയ്യുന്നവരുണ്ട്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ, ദുആ ചെയ്യുന്നവരുണ്ട്. അവനേക്കാൾ വലിയ അക്രമി ലോകത്ത് വേറെ ആരാണുള്ളത്? ഏറ്റവും വലിയ പാപമാണ് പൊന്നുമ്മമാരെ ഉപ്പമാരെ ശിർക്ക് എന്നുള്ളത്. ഏറ്റവും വലിയ പാതകമാണ്, അല്ലാഹു പൊറുക്കാത്തതാണ്. മറ്റുള്ളതെല്ലാം ഒരു പക്ഷെ അല്ലാഹു പൊറുത്തു തന്നേക്കാം, ശിർക്ക് അല്ലാഹു ഒരിക്കലും നമുക്ക് പൊറുത്തു തരികയില്ല. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കിക്കോ, മരണപ്പെട്ടു പോയവർ അവർ കേൾക്കുകയില്ല, അവർ നമുക്ക് ഉത്തരം നൽകുകയില്ല. നമ്മുടെ ഒരു ആവശ്യവും അവർക്ക് നിറവേറ്റി തരാൻ അവർക്ക് സാധ്യമല്ല. അത്തരം ആളുകളോട് വിളിച്ചു തേടുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്നാണ് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വഹും അൻ ദുആഹിം ഗാഫിലൂൻ. നിങ്ങൾ തേടുന്ന വിഷയത്തിൽ ആരോടാണോ നിങ്ങൾ തേടുന്നത് അവരെല്ലാം എത്ര ശൈഖാണ് എങ്കിലും, എത്ര ബാബയാണ് എങ്കിലും, എത്ര ബീവിയാണ് എങ്കിലും, എത്ര തങ്ങളാണ് എങ്കിലും, ഏത് നബിയാണ് എങ്കിലും, ഏത് റസൂലാണ് എങ്കിലും, ഏത് ശുഹദാക്കളാണ് എങ്കിലും, ഏത് വലിയാണെങ്കിലും, ഏത് ഔലിയാണ് എങ്കിലും, വഹും ഗാഫിലൂൻ. നിങ്ങൾ തേടിയ വിഷയത്തിൽ അവർ അശ്രദ്ധയിലാണ്, അവർ കേൾക്കുകയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. മാത്രമല്ല അല്ലാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആരെയാണോ ദുആ ചെയ്തത്, ആരോടാണോ ചോദിച്ചത്, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഫൈദാ ഹുശറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നിങ്ങളെ വിളിച്ചു തേടിയിട്ട് ശിർക്ക് ചെയ്ത ആളുകളാണ് ഈ നിൽക്കുന്നത്. നിങ്ങളെ വിളിച്ചു തേടാൻ അമ്പിയാക്കന്മാരെ, മുർസലീങ്ങളെ നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ? ഔലിയാക്കന്മാരെ നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കും. നാളെ പരലോകത്ത് അല്ലാ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലാ, ഈ വിഷയത്തിൽ ഞങ്ങൾ അറിവില്ലാത്തവരാണ് അല്ലാ എന്ന് നാളെ പരലോകത്ത് അവർ നിഷേധിക്കും. ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്. സൂറത്ത് അഹ്കാഫിലൂടെയാണ് പഠിപ്പിക്കുന്നത്. വഇദാ ഹുശറൻ നാസു കാനൂ ലഹും അഅദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഈ ആരാധിക്കപ്പെട്ടവർ മുഴുവൻ, പ്രാർത്ഥിക്കപ്പെട്ടവർ മുഴുവൻ നാളെ പരലോകത്ത് ഇതിനെയെല്ലാം നിഷേധിക്കുമെന്ന് എത്ര കൃത്യമായി പഠിപ്പിക്കുന്നു. എന്തേ നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? അവർ ക്ലാസ്സിൽ വന്നില്ല, QHLSന്റെ ക്ലാസ്സിൽ അവർ വന്നിരുന്നില്ല, ഖുർആൻ അവർ പഠിച്ചില്ല, റസൂലുള്ളാഹിന്റെ ജീവിതം അവർ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല, ഖുർആനും ഹദീസും അവർ പഠിച്ചില്ല എന്നുള്ളതാണ് അവർ തഖ്ലീദ് ചെയ്തു. പണ്ഡിതന്മാർ അവർ ഫോളോ ചെയ്തു. അല്ലാഹുവിനെയും റസൂലിനെയും അല്ല അവർ പിൻപറ്റിയത്, കാരണവന്മാർ അവർ പിൻപറ്റി. പൂർവികരായ ആളുകളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വഴികേടിലാണ് എങ്കിൽ ആ വഴിയിലൂടെ, ആ വഴികേടിന്റെ വഴിയിലൂടെ തന്നെ അവർ സഞ്ചരിച്ചു. ശരിയായ ഹിദായത്തിന്റെ പാതയെ സെലക്ട് ചെയ്യാൻ അവർ സമയം കണ്ടെത്തിയില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്കും ഈ കുഫറും ഈ ശിർക്കുമെല്ലാം ജീവിതത്തിൽ സംഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ അറിയണം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. മരിച്ചവർ കേൾക്കുകയില്ല, മരിച്ചവർ നമുക്ക് ഉത്തരം നൽകുകയില്ല, ഒരു കാര്യവും നമുക്ക് നടത്തി തരികയില്ല, നമ്മുടെ ഒരു ആവശ്യവും അവർ ചെയ്തു തരികയില്ല എന്ന് മാത്രമല്ല ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവും അവർക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് മരണപ്പെട്ടു പോയ ആളുകൾ. നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് ഞാൻ നിങ്ങൾക്ക് ഓതുമ്പോൾ തന്നെ നമുക്ക് വിഷയം മനസ്സിലാകും. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആയത്ത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കാരണം ഈ ആയത്ത് വെച്ചിട്ട് ശിർക്കിനെയും കുഫറിനെയും ബാധിക്കുന്ന ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. കൃത്യമായ തെളിവില്ല. അപ്പൊ തെളിവ് വേണമല്ലോ, ആളുകൾ പരിശോധിക്കുമല്ലോ.
ഖുർആനിന്റെ ആയത്ത് ഓതുന്നുണ്ടോ എന്ന് സംവാദം കേൾക്കുന്നവർ പരിശോധിക്കുമല്ലോ. അപ്പൊ ആയത്തോതും. ഏതാ ആയത്ത്? മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ, ദുആ ചെയ്യാൻ എന്താണ് തെളിവ് എന്ന് ഉസ്താദേ എന്ന് ചോദിക്കുമ്പോ ഉസ്താദിന്റെ മറുപടിയാണ് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംബാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർ മരിച്ചവരാണ് എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, അവർ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വരെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചല്ലോ. അതുകൊണ്ട് നമുക്ക് ബദരീങ്ങളോട് തേടാം, ഉഹദീങ്ങളോട് തേടാം, ഈ രൂപത്തിലുള്ള ശുഹദാക്കളോട്, ഔലിയാക്കന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിച്ചാൽ വല്ല നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ തീരം ചെയ്യും ഞാനെന്നോവർ. എവിടെ വെച്ച് ഏത് നാട്ടിൽ ഏത് ലോകത്ത് എവിടെ വെച്ച് നിങ്ങൾ വിളിച്ചാലും നിങ്ങളുടെ വിളി ഞാൻ കേൾക്കും. ആ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. സ്പോട്ടിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹു പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്പോട്ടിൽ നമുക്ക് ഉത്തരം നൽകുന്നു അല്ലെ? അള്ളാഹു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉത്തരം തരാതിരിക്കാം. മക്കളെ ചോദിച്ച് അവസാനം ഇബ്രാഹിം നബിക്ക് കൊടുത്തതുപോലെ വാർദ്ധക്യത്തിലായിരിക്കാം അള്ളാഹു തരാം. അതല്ല ഇനി ദുനിയാവിലാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ആവശ്യം നിറവേറ്റി തരുന്നത് ചിലപ്പോൾ ദുനിയാവിലാവുകയില്ല. എത്രത്തോളം അവൻ തൗഹീദ് ഉൾക്കൊള്ളുന്നുണ്ട്, എത്രത്തോളം അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ അവൻ മുറുകെ പിടിക്കുന്നുണ്ട് എന്ന് അല്ലാഹു അവനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പരീക്ഷണത്തിൽ വിജയിച്ചാൽ മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ ലോകത്തായിരിക്കും ആ സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുക. പക്ഷേ ഇത്തരത്തിൽ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസ നിലപാടാണ്. എപ്പോ വിളിച്ചാലും എവിടെ വെച്ച് വിളിച്ചാലും സ്പോട്ടിൽ ഉത്തരം നൽകുമെന്ന വിശ്വാസം പേര് നടക്കുന്ന ആളുകൾ, ഇത്തരത്തിന്റെ ദലാലത്തിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും ഈ ആയത്ത് ഇത് ദുർവ്യാഖ്യാനമാണ്, പച്ചയ്ക്ക് ദുർവ്യാഖ്യാനിച്ചതാണ്. ഇതിന്റെ തഫ്സീറുകൾ, വിശദീകരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുനിയാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണം? ആയത്ത് തഫ്സീർ ചെയ്യേണ്ട യഥാർത്ഥ മുഫസ്സിർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നു. ഒരാൾ യുദ്ധം ചെയ്തു, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തിട്ട് മരണപ്പെട്ടാൽ ആ ഷഹീദിന്റെ റൂഹിനെ, ശുഹദാക്കളുടെ അർവാഹുകളെ സ്വർഗീയ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകും. അർവാഹുഹും ഫീ ജൗഫി തൈരിൻ ഖുദർ, പച്ച നിറത്തിലുള്ള പക്ഷികൾ അവരുടെ റൂഹിനെ തട്ടിക്കൊണ്ടുപോകും, കൊത്തിക്കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സ്വർഗീയ പക്ഷികൾ അവരുടെ റൂഹിനെ കൊത്തിക്കൊണ്ടുപോയിട്ട് ഇതാ സ്വർഗീയ ലോകം കാണിച്ചു കൊടുക്കുകയാണ്. ആർക്ക്? ശുഹദാക്കൾക്ക്. എപ്പോ? പരലോകത്ത് വന്നിട്ടല്ല കൂട്ടരെ. അല്ലാഹുവിന്റെ ഹബീബാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അൽ ജന്നത്തു വന്നാറു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്. അതെല്ലാം ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. അറബി ഭാഷ അറിയുന്നവർക്കറിയാം ഉഇദ്ദത്ത് എന്നതിന്റെ വിശദീകരണം തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു എന്നാ. മനസ്സിലായോ? അതൊക്കെ തയ്യാറാണ്, കാത്തിരിക്കാണ്. നമ്മളെ നരകവും നമ്മളെ കാത്തിരിക്കുകയാണ്. എല്ലാം തയ്യാറാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടവനെ ഈ സ്വർഗീയ പക്ഷികൾ അവനെ കൊണ്ടുപോയിട്ട് സ്വർഗം ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാ മുക്കുമൂലകളും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുകയാണ്, സ്വർഗം കണ്ട ആ ഷഹീദിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഹൽ തസ്തഹൂന ശൈആ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾക്കുണ്ടോ? അവന്റെ മറുപടി ഹയ്യു ശൈഇൻ തസ്തഹീ വനഹനു നസ്റഹു മിനൽ ജന്നതി ഹയ്യു ശിഅനാ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ സ്വർഗം ചുറ്റിക്കറങ്ങി കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. ബർസഖിയായ ലോകത്താണ് കൂട്ടരെ, അത് നമ്മൾ മറക്കരുത്. പരലോകത്തിലല്ല, ബർസഖിയായ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോ തന്നെ യൗമൽ ഖിയാമ സംഭവിച്ചിട്ടില്ല. ബർസഖിയായ ലോകത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോ തന്നെ ശുഹദാക്കളെ സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്.
എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ ശുഹദാക്കളുടെ മറുപടി, സ്വർഗം മുഴുവൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കറങ്ങി കണ്ടിട്ടാണ് വരുന്നത് അല്ലാ, ഇനി ഇതിനേക്കാൾ വലിയ ആവശ്യം വേറെ എന്താണുള്ളത്? അല്ലാഹു വീണ്ടും ചോദിക്കുന്നു, ഹൽ തസ്തഹൂന ശൈആ, എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ വീണ്ടും അവരുടെ മറുപടി ഇത് തന്നെയാണ്. വീണ്ടും മൂന്നാമതും അല്ലാഹു ചോദിക്കുകയാണ്, ഹൽ തസ്തഹൂന ശൈആ, എന്തെങ്കിലും ആവശ്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോ മൂന്നാമതും അവരുടെ മറുപടി ഇത് തന്നെയാണ്. സ്വർഗം എല്ലാം ഞങ്ങൾ സ്വസ്ഥമായി കണ്ടുവരികയാണ് അല്ലാ, എല്ലായിടത്തും സ്വർഗീയ പക്ഷികൾ ഞങ്ങളെ കൊണ്ടുപോയി അല്ലാ, ഇതിനേക്കാൾ വലിയ സൗഭാഗ്യം, ഇതിനേക്കാൾ വലിയ ആഗ്രഹം വേറെ എന്താണുള്ളത്? നാലാമതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. നാലാമതും അവർ ചോദിക്കുമ്പോ, അല്ലാഹു ചോദിക്കുമ്പോ ശുഹദാക്കൾക്ക് ഒരു മറുപടി ഉണ്ട്. എന്താണ് മറുപടി? യാ റബ്ബ്, നാലാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണ്. യാ റബ്ബ്, നുരീദു അൻ തുറദ്ദ അർവാഹുനാ في أجسادنا حتى نقتل في سبيلك مرة أخرى. രണ്ടാമതും ഞങ്ങൾക്ക് യുദ്ധം ചെയ്ത് മരിക്കാൻ ആഗ്രഹമുണ്ട് അല്ലാ, അതുകൊണ്ട് ദുനിയാവിലേക്ക് ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട് അല്ലാ, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലാ. വീണ്ടും വന്നിട്ട് ബർസഖിയായ ലോകത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചിട്ട് രണ്ടാമതൊരു പ്രാവശ്യം കൂടെ സ്വർഗം കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലാ. അത് നടക്കൂല. മരിച്ചാൽ മരിച്ചു. മരിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവുമായിട്ട് യാത്ര പറഞ്ഞാൽ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ, പിന്നീട് പുനരുദ്ധാരണ നാൾ വരെ, യൗമുൽ ഖിയാമ വരെ ബർസഖിയായ ലോകത്തിലാണ്, ദുനിയാവിലേക്ക് ഒരിക്കലും മടക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് നടക്കാത്ത ചോദ്യമാണ്, അത് നടക്കൂല. വേറെ വല്ലതുണ്ടോ? അള്ളാന്റെ വീണ്ടും ചോദ്യം ആവർത്തിച്ച് അഞ്ചാമതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ ഇതാ അവർ നടക്കുന്നൊരാഗ്രഹം പറയുകയാണ്. എന്താണ് അവരുടെ മറുപടി? ബല്ലിഗൂ അന്നാ ഖൗമനാ അന്നാ ഖദ് ലഖീനാ റബ്ബനാ ഫറദിയ അന്നാ ഫറദീനാ അൻ. അല്ലാഹുവേ, നീ എത്തിച്ചു കൊടുക്കണേ. ബല്ലിഗൂ അന്നാ ഖൗമനാ, ഞങ്ങളുടെ ചില കൗമുകൾ, ഞങ്ങളുടെ ജനത, ഞങ്ങളുടെ വീട്ടുകാർ, ഞങ്ങളുടെ നാട്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ദുനിയാവിൽ അവർ മരിച്ചിട്ടില്ല, അവർ ദുനിയാവിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ കണ്ടുമുട്ടിയ കാര്യമുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. ഞങ്ങളുടെ റബ്ബ് തൃപ്തിപ്പെട്ടോ, അതുപോലെ തന്നെ ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങളും തൃപ്തിപ്പെട്ടു എന്ന വിവരം ഈ ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണം അല്ലാ. ആരാ പറയുന്നത്? ശുഹദാക്കളാണ് പറയുന്നത്. ശുഹദാക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകൾ അവർ പറയുന്ന മറുപടിയാണ്. എന്താ മറുപടി? അല്ലാഹുവേ, ഞങ്ങൾക്ക് കിട്ടിയ സൗഭാഗ്യം, നീ ഞങ്ങളെ തൃപ്തിപ്പെട്ട വിവരം, ഞങ്ങൾ നിന്നെ തൃപ്തിപ്പെട്ട വിവരം, നിന്നെ ഞങ്ങൾ കണ്ടുമുട്ടിയ വിവരം, ഈ സ്വർഗീയ ലോകത്തിലെ സുഖാനുഭൂതികൾ ഞങ്ങൾ കണ്ട വിവരം നീ ജനങ്ങൾക്കൊന്ന് അറിയിച്ചു കൊടുക്കണേ എന്ന് ആ ശുഹദാക്കള് അഞ്ചാമത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടിയാണ്. അല്ലെ, 3 തവണ പറഞ്ഞു ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ സൗഭാഗ്യം കിട്ടി. നാലാമത് പറഞ്ഞു ദുനിയാവിലേക്കൊന്ന് പോണം, യുദ്ധം ചെയ്യണം. രണ്ടാമത് അത് നടക്കൂല. അഞ്ചാമത് നടക്കുന്നൊരു കാര്യം പറയുകയാണ്, അല്ലാഹുവേ, ഞങ്ങളുടെ ഒരു വിവരം ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ കൗമ അറിയുന്നില്ലല്ലോ, മരിക്കാത്തവർ ജീവിച്ചിരിക്കുന്നവർ അറിയുന്നില്ലല്ലോ അല്ലാ, അതുകൊണ്ട് നീ അറിയിച്ചു കൊടുക്കണേ. എന്താ മനസ്സിലായത് കൂട്ടരെ? ശുഹദാക്കൾക്ക് പോലും, സ്വർഗീയ ലോകം ചുറ്റിക്കറങ്ങുന്ന ശുഹദാക്കൾക്ക് പോലും ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ ബർസഖും ദുനിയാവും തമ്മിൽ കണക്ട് ചെയ്യാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താണ് വഴി? വഹി ഇറക്ക, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി. അപ്പൊ വഹി ഇറക്കുകയാണ്. ഈ ശുഹദാക്കൾ ബദരീകൾ മരിച്ചു പോയപ്പോ
അതിനുള്ള മുമ്പുള്ള ശുഹദാക്കള് എല്ലാം മരണപ്പെട്ടു പോകുമ്പോ ഇതാ ഒരു റസൂല് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ആരാ? കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വഹി ഇറക്കുന്നു, ഫലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഒരിക്കലും ഷഹീദായ ആളുകളുണ്ടല്ലോ, അവർ മരിച്ചവരാണെന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ്. യുർസഖൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ അവരിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിക്കൊണ്ട് ദുനിയാവിൽ മരിക്കാത്ത, മരണമെന്ന പ്രതിഭാസം അനുഭവിച്ചിട്ടില്ലാത്ത ജീവിച്ചിരിക്കുന്ന ആളുകളെ വഹിയിലൂടെ അറിയിച്ചു കൊടുക്കുന്നു. അല്ലേ? മരിച്ചവരോട് വിളിച്ചു തേടാൻ പൗരോഹിത്യം ദുർവ്യാഖ്യാനിച്ച ആയത്ത്. ആ ആയത്ത് തന്നെ ഞാൻ എന്തിനാ വിശദീകരണത്തിനെടുത്താന്നറിയോ? ഈ ആയത്ത് ശരിക്ക് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ശുഹദാക്കൾക്ക് പോലും എന്തില്ല, ദുനിയാവുമായിട്ടൊരു ബന്ധവുമില്ല. നമ്മളിങ്ങനെ വിളിക്കുക, മക്കളെ തരണേ അല്ലാ, ആ മക്കളെ തരണേ തങ്ങളെ, അതുപോലെ തന്നെ കടങ്ങളെ നീക്കി തരണേ തങ്ങളെ. ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ട്, മാരാ രോഗങ്ങൾ പിടിപെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും നബിയുടെ, ഏതെങ്കിലും റസൂലിന്റെ, ഏതെങ്കിലും ദാവയുടെ, ബീവിയുടെ, ഏതെങ്കിലും വലിയന്റെ പേര് പറഞ്ഞിട്ട് ബദരീകളെ വിളിച്ച് തേടുന്നവർ. അതുകൊണ്ട് അത്തരം കുഫറിന്റെ വഴിയിലേക്ക് പോകണ്ട. ഇത് കുഫറാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു ഖണ്ഡിതമായി പഠിപ്പിച്ച കാര്യമാണ്. മരിച്ചവർ കേൾക്കുകയില്ല. ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ കൂട്ടത്തിൽ പറയുകയാണ് മരിച്ചവർ കേൾക്കുമെന്ന് ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ, മരിച്ചവർ കേൾക്കുകയില്ല എന്ന് അല്ലാഹു പറയുമ്പോ, നമ്മളെ സൃഷ്ടിച്ച റബ്ബ് പറയുമ്പോ, നമ്മളെ പരിപാലിക്കുന്ന അല്ലാഹു പറയുമ്പോ, നമ്മൾ പറയാണ് മരിച്ചവർ കേൾക്കും, അതുകൊണ്ട് എന്തും ചോദിച്ചോ എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതിനെയാണ് കുഫർ എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. ലാ ശക്ക ഫീ, അതിൽ സംശയമില്ല, അതിൽ സംശയമില്ല. അതാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾ സൂക്ഷിക്കണം. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈഇൻ വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. വെള്ള വസ്ത്രം കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, തലപ്പാവ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നീണ്ട കുപ്പായം കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, നീണ്ട താടി കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ചില ആളുകൾ പറയും ആ ഉസ്താദ് എന്നാണ പറയോ, ഇന്ന പണ്ഡിതൻ എന്നാണ പറയോ, എങ്ങനെ ആ പണ്ഡിതൻ എന്നാണ പറയാ, എങ്ങനെ ഈ പണ്ഡിതൻ എന്നാണ പറയാ. എത്ര കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരു തെളിവുമില്ലാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സംവദിക്കുന്ന ആളുകളുണ്ട്. ഒരു തെളിവുമില്ലാതെ ആളുകളെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്ന, കുഫറിലേക്ക് കൊണ്ടുപോകുന്ന, അതിലൂടെ ദലാലത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, അവർ നിങ്ങൾ കുടുങ്ങിപ്പോകണ്ട. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനോട് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംബാലൻ നാസി ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. മനുഷ്യരുടെ ഭക്ഷണം ഭുജിച്ചുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. പണ്ഡിതന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, ധാരാളമുണ്ട്. കുറച്ച് എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, ധാരാളം പണ്ഡിത പുരോഹിതന്മാരുണ്ട്. അവരെ നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ കരുതിയിരിക്കണം. അവർ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കൊടുത്തിട്ട് വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിച്ച് കളയുന്ന ചില പണ്ഡിത പുരോഹിതന്മാരുണ്ട്. വിശ്വാസികളെ, ഈമാനുള്ളവരെ, അവർ നിങ്ങൾ കരുതിയിരിക്കണം, അവർ നിങ്ങൾ സൂക്ഷിക്കണം. അവർ ദലാലത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോവുക എന്ന് എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഉത്ബോധനം നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, എല്ലാ ദലാലത്തിന്റെ പാതയിൽ നിന്നും നമ്മൾ മാറി സഞ്ചരിച്ച് ഹിദായത്തിന്റെ വഴിയിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് ആര് എന്ത് പറഞ്ഞോ അതിനെ നമുക്ക് അംഗീകരിക്കാം, അതിനെ നമുക്ക് അംഗീകരിക്കാം, സ്വീകരിക്കാം. എന്തൊരു വാക്ക് പറയുമ്പോഴും, എന്തൊരു ഉപദേശം നമ്മളോട് പറയുമ്പോഴും
ഇതിന്റെ പ്രമാണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അള്ളാഹുവിന്റെ കലാമിന്റെ അടിസ്ഥാനത്തിലാണോ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ സംസാരിച്ചത്? അത് പരിശോധിക്കണം. അത് പരിശോധിക്കാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേഷഭൂഷാദികൾ നോക്കിയിട്ട് ആളുകളെ തഖ്ലീദ് ചെയ്യുന്ന, അവരെ പിന്നെ പിൻപറ്റുന്ന, അവര് പറയുന്നത് മുഴുവൻ തൊള്ളതൊടാതെ വിടുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മളിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ നരകത്തിലേക്കായിരിക്കും നമ്മൾ എത്തിപ്പെടുക എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ ആയത്ത്, എട്ടാമത്തെ ആയത്ത് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കണം. മൂന്നാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് തഖ്ലീദ് വേണ്ട. അന്ധമായിട്ട് തെളിവ് നോക്കാതെ, അതാണ് തഖ്ലീദ്. അന്ധമായിട്ട് ഏതെങ്കിലും പണ്ഡിതനെ, ഏതെങ്കിലും പുരോഹിതനെ നമ്മൾ പിൻപറ്റാം, അത് വേണ്ട. അതാണ് മൂന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിച്ചത്. എട്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും കൂടെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പണ്ഡിത പുരോഹിതന്മാരിൽപ്പെട്ട ചില ആളുകളുണ്ട് നമ്മളെ ദലാലത്തിലേക്ക് കൊണ്ടുപോകുന്ന, അവർക്കൊരു അറിവില്ല, ഒരു തെളിവില്ല, ഒരു പ്രമാണമില്ല, വെറുതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ശിർക്കിന് വേണ്ടി, കുഫറിന് വേണ്ടി വാദിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അവരെ നമ്മൾ സൂക്ഷിക്കണം. വളരെ കൃത്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ആ പ്രാർത്ഥന ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ ആ പ്രാർത്ഥനയുണ്ട്. പഠിക്കാത്തവർ ഇന്ന് നമ്മൾ നോക്കി പ്രാർത്ഥിക്കുക, നാളെയും നമ്മൾ നോക്കി പ്രാർത്ഥിക്കുക. 2-3 ദിവസം അത് നോക്കി പ്രാർത്ഥിച്ചാൽ ഓട്ടോമാറ്റിക് നമ്മളത് മനഃപ്പാഠമാക്കി അത് എന്നും രാവിലെയും വൈകുന്നേരവും നാവ് കൊണ്ട് പറയുന്നതോടൊപ്പം അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. മൂഖിനം ബിഹ, ദൃഢവിശ്വാസത്തോടെ, അല്ലാഹുവേ നീയാണ് എന്റെ റബ്ബ്, നീയല്ലാതെ ആരാധനക്കർഹനായി വേറൊരാളുമില്ല, എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ചെയ്തു വന്നിട്ടുണ്ട് അല്ലാഹ്, ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്ന് സമ്മതിച്ച് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ എപ്പം മരിച്ചാലും സ്വർഗത്തിലാണ് എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവിൽ അല്ലാഹു ഒരുമിപ്പിച്ചതുപോലെ നാളെ പരലോകത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്കും മക്കൾക്കും ഇണകൾക്കും കുടുംബക്കാർക്കും നാട്ടുകാർക്കും സമൂഹത്തിനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ ഇർഹംഹും. അല്ലാഹുമ്മ ഗഫിർ ലഹും. ربنا تقبل منهم من شهدائهم يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أقول قولي هذا واستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.